തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നതെങ്കിലും ബോക്സ് ഓഫീസ് കളക്ഷനിൽ കുതിക്കുകയാണ് പുഷ്പ 2 ദ റൂൾ. ഡിസംബർ 5-ന് ലോകവ്യാപകമായി റിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 175 കോടി 1 ലക്ഷം രൂപ നേടി. എസ് രാജമൗലിയുടെ RR സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് 156 കോടിയാണ്. ഇത് പുഷ്പ തകർത്തു. ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന തെലുങ്ക് ചിത്രമായി മാറിയിരിക്കുകയാണ് പുഷ്പ 2. 6 കോടിക്ക് മുകളിലാണ് അല്ലു അർജുൻ ചിത്രം കേരളക്കരയിൽ നിന്ന് നേടിയത്. പ്രഭാസ് ചിത്രം ബാഹുബലി 2വിൻ്റെ കേരള കളക്ഷനെയാണ് പുഷ്പ തകർത്തെറിഞ്ഞത്. 5 കോടി 45 ലക്ഷം രൂപയായിരുന്നു ബാഹുബലി 2വിൻ്റെ കളക്ഷൻ. കഴിഞ്ഞ 7 വർഷമായി നിലനിന്നിരുന്ന ബാഹുബലിയുടെ റെക്കോർഡാണിത്. അതേസമയം കേരള ഫസ്റ്റ് ഡേ കളക്ഷനിൽ മുന്നിലുള്ള ഇതര ഭാഷാ ചിത്രം വിജയ് നായകനായി എത്തിയ ലിയോയാണ്. 12 കോടിയാണ് സംസ്ഥാനത്ത് ലിയോയുടെ ആദ്യ ദിന കളക്ഷൻ. മികച്ച സ്ക്രീൻ കൗണ്ടാണ് കേരളത്തിൽ പുഷ്പ 2വിന് ലഭിച്ചത്. 500-ലധികം സ്ക്രീനുകളുണ്ടെന്നാണ് വിവരം. കൂടാതെ തമിഴ്നാട്ടിൽ ആദ്യ ദിനം 10 കോടി പുഷ്പ നേടിയെന്ന് സൗത്ത് ഇന്ത്യ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പറയുന്നു. ആദ്യ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് 175 കോടി 1 ലക്ഷം രൂപ പുഷ്പ 2 നേടിയിട്ടുണ്ട്. ഒരേ ദിവസം 2 ഭാഷകളിൽ തെലുങ്ക്, ഹിന്ദി 50 കോടി കളക്ഷൻ നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമയായും അല്ലു അർജുൻ ചിത്രം മാറി. ഷാറുഖ് ഖാൻ ചിത്രം ജവാന്റെ റെക്കോർഡും ചിത്രം മറികടന്നു. ഈ വർഷം ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു പുഷ്പ 2. 10,000 സ്ക്രീനുകളിലാണ് പ്രദർശനം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. തെലുങ്കിലാണ് ചിത്രത്തിന് ഏറ്റവും ഉയർന്ന കളക്ഷൻ. 85 കോടിയാണ് ചിത്രം തെലുങ്കിൽ നിന്ന് മാത്രം നേടിയത്.